May God's great name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Greetings to all my dear brothers and sisters in the precious name of our Lord and Savior Jesus Christ. കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും വന്ദനം അറിയിക്കുകയാണ്. And I praise God that He has given us all a beautiful time of being together as one family in the presence of our Lord and this time of praise and worship. ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്ത സമയത്ത് നമുക്ക് ഈ രീതിയിൽ ആയിരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. And it also gives me great joy to see around the world how the believer family has adapted itself, that we may be able to gather together even in these difficult circumstances. ഈ ഒരു കാലയളവിൽ ലോകത്തിലുള്ള എല്ലാ വിശ്വാസ സമൂഹങ്ങളും കുടുംബങ്ങളും ഇതിനോട് താതാത്മ്യം പ്രാപിച്ച് പല രീതിയിൽ ഈ കൂടി വരുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. And even as I was hearing the announcements, it gave me great joy to hear about all the different activities that the assembly is engaged in, that all the brothers and sisters, they may grow in Christ. ഇപ്പോ അറിയിപ്പുകൾ അറിയിച്ച കൂട്ടത്തിൽ ഇവിടെ ഈ സഭയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സകല ആത്മീയ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ഇതിനായിട്ട് ആത്മീയമായി അഭിവൃദ്ധി വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. And I pray that God may continue to guide the responsible brethren in the assembly to continue in this endeavor. ഈ ഒരു പ്രവർത്തനം നടത്തുവാനായിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ദൈവം ഇനിയും സഹായിക്കട്ടെ. And I want to thank at this time the responsible brethren in the assembly for giving me this opportunity as well. ഈ ഒരു അവസരം എനിക്ക് തന്ന ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർക്കുള്ള നന്ദി അറിയിക്കുന്നു. And I praise God that He has given us this time to meditate on His word together. നമുക്ക് ഒരുമിച്ച് ഈ ഒരു അവസരത്തിൽ ദൈവവചനം ധ്യാനിക്കുവാൻ തന്നതിന് ദൈവത്തോട് നന്ദി അറിയിക്കുന്നു. The last time I spoke in Saji Uncle's cottage meeting, I did promise to share something about my testimony. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദൈവവചനവുമായിട്ട് ആ കോട്ടേജ് ഭവന യോഗത്തിലായിരുന്നപ്പോ സജി അങ്കിളിനോട് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുമെന്നുള്ള രീതിയിൽ. But it so happened that because of a lack of time, I could not share much. അന്ന് സമയത്തിന്റെ ദൗർലഭ്യം മൂലം അതിന് സാധിച്ചിട്ടില്ല. But now I thought that it would be appropriate for me to share a few words about my testimony and then begin. എന്നാൽ ഈ ഒരു അവസരത്തിൽ എന്റെ പ്രിയ സഹോദരന്റെ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുവാനും അതിനുശേഷം ദൈവവചന ധ്യാനത്തിലേക്ക് കടക്കുവാനും ആഗ്രഹിക്കുകയാണ്. As Saji Uncle mentioned, I was brought up in this place, Delhi. സജി അങ്കിൾ ഓർപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലാണ് പ്രിയ സഹോദരൻ ജനിച്ചു വളർത്തപ്പെട്ടത്. And recording in progress. He reminded there were many things that have happened in our life throughout, which may have taught us different lessons. തന്റെ ജീവിതത്തിൽ അനേക സന്ദർഭത്തിലൂടെ കടന്നു പോകേണ്ടി വരികയും അതിലൂടെ അനേക പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ദൈവം ഇടയാക്കി. Regarding my grandfather, who was an evangelist in Punnur, I did not have the privilege of spending too much time with him because when I was 6 months old, he went to be with the Lord. ഓർപ്പിച്ചതുപോലെ എന്റെ വല്യപ്പച്ചൻ പുനലൂരുള്ള കർത്താവിന്റെ ദാസനെ കുറിച്ച് അധികം സമയം ചെലവഴിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് ഏകദേശം 6 മാസം പ്രായമുള്ളപ്പോൾ തന്നെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ദൈവത്തിന്റെ ദാസൻ കടന്നുപോയി. But what I heard about him from my father and many others was how he served the Lord faithfully. എന്നാൽ എന്റെ പിതാവിൽ നിന്നും മറ്റനേകരിൽ നിന്നും എങ്ങനെയാണ് കർത്തദാസൻ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതിന് അനേക കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. And even greater than that, he was not very well known. Sorry? Even greater than that, he was not very well known. അധികം പെടുന്ന ഒരു ആളായിട്ടല്ല നാം കാണുന്നത്. And that sort of showed me as well that what we do for the Lord is for the Lord only. അത് എന്നിൽ തന്നെ മനസ്സിലാക്കി തന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി മാത്രം ആയിരിക്കണം എന്നുള്ള സത്യമാണ്. And that is why when I decided to leave my job and serve God full time, I looked at myself and I have often thought of myself as not being a very smart person. ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്കായിട്ട് എന്റെ ജോലി രാജിവെച്ച് ഇറങ്ങുവാനായിട്ട് ഇടയാക്കി. ഞാൻ അത്ര പ്രഗത്ഭനായ ഒരു വ്യക്തിയൊന്നും അല്ല എങ്കിലും. And I find it difficult to communicate to people. I'm not a very outspoken guy, very reserved.
ഞാൻ നല്ല വാക്ചാതുര്യത്തോടെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി അല്ല. And I often ask the question before leaving my job. The question I had for God was, why do you want me? ദൈവ വേലയ്ക്കായിട്ട് വേർതിരിയുന്നതിന് മുൻപ്, ജോലി വിടുന്നതിന് മുമ്പ് സഹോദരൻ ദൈവത്തോട് ചോദിച്ച ചോദ്യം ഇതാണ്: ദൈവമേ, എന്നെ നിനക്ക് എന്തിനാണ്? What will I be of use to you? എന്നെ കൊണ്ട് നിനക്ക് എന്താണ് ഉപയോഗം? And even during that time, I left my job in October 2020, and even before that, we know that Corona pandemic had struck the world. ഒക്ടോബർ 2020 ഞാൻ ജോലി നിന്ന് രാജിവെക്കുന്നത്. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ നമ്മുടെ രാജ്യത്ത് എല്ലാവരും വ്യാപിച്ചിരുന്നു. And many people who knew about this asked me, what are you going to do? Everyone is inside their house. What are you going to do? അപ്പോ ഈ ഒരു അവസ്ഥയിൽ തീരുമാനം എടുത്തപ്പോൾ അനേകർ വന്ന് സഹോദരനോട് ചോദിച്ചത്, എല്ലാവരും ഭവനത്തിനുള്ളിലായിരിക്കുന്നു, ഈ രീതിയിലാണെങ്കിൽ സഹോദരൻ എന്താണ് ഇനി ചെയ്യുവാനായിട്ട് പോകുന്നത്? And believe me, it was a question I asked myself many times. ഇതേ ചോദ്യം തന്നെ ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിക്കുവാനായിട്ട് ഇടയായി. But not to extend too long, I want to especially encourage the younger brothers and sisters here. എന്നാൽ അത് അധിക പ്രാവശ്യം അങ്ങനെ നീണ്ടു നിന്നില്ല. ആ ഒരു കാര്യമാണ് ഇവിടെയുള്ള യുവതി യുവാക്കളോടും എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്. God will prepare the way for you. ദൈവം നിങ്ങൾക്കായിട്ട് വഴികളെ ഒരുക്കും. You do not have to worry about what God wants to do with you. ദൈവം നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുവാനായിട്ട് പോകുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട ആവശ്യമില്ല. As long as you submit yourself to God's will. ദൈവഹിതത്തിന് നാം എത്രത്തോളം സമർപ്പിച്ചു കൊടുക്കുന്നോ അതിനോട് ആ ഒരു സമയം വരെയും നമ്മൾ അതിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. And God will work miracles in your life and use you in ways you have not even imagined. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതോ ഊഹിക്കാത്ത രീതിയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. And when I left my job and many people asked me what I would do, I had no idea. ജോലി രാജിവെച്ചപ്പോൾ അനേകർ ചോദിച്ചതുപോലെ ഇനി എന്ത് ചെയ്യുവാനായിട്ട് പോകുന്നു എന്നുള്ളത് അവർക്ക് പ്രത്യേകിച്ച് കാര്യമായി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു നിശ്ചയവുമില്ലായിരുന്നു. But like a wonderful boss, he had my next assignment ready. എന്നാൽ അതിശയം എന്ന് പറയട്ടെ, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള അടുത്ത ഒരു ദൗത്യത്തെ കുറിച്ച് ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. And that was not even something that I reached out for or tried for. എന്നാൽ ആ ദൗത്യം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പരിശ്രമിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മുൻപ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യമല്ല. Someone reached out to me, like-minded brethren who wanted to extend the good news to others who have been unreached through digital mediums. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി മറ്റുള്ളവരിലേക്ക് കർത്താവിന്റെ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായ കാര്യം. And I praise God that over the past many months I have been engaged in this ministry and we have been able to reach thousands of people like that. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ രീതിയിൽ അനേകരുടെ അടുക്കലേക്ക് ദൈവവചനം എത്തിക്കുവാനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. We don't know how long this window will be open in this country. നമുക്ക് തന്നെ അറിയത്തില്ല എത്ര നാൾ ഈ രീതിയിൽ നമുക്ക് സുവിശേഷം അറിയിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. So please do continue to remember this ministry in your valuable prayers. ആയതിനാൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു ആത്മീയ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. God gave me the opportunity when there was a break in the pandemic to visit a few places in West Bengal and Nepal. നമ്മുടെ സമൂഹ വ്യാപനമായിട്ടുള്ള ഈ രോഗം മാറി അല്പം നിന്ന സമയത്ത് കുറച്ച് സഹോദരന്മാരെ പോയി നേരിട്ട് കാണുവാനും സംസാരിക്കുവാനുമായിട്ട് ഇടയായി. And the ministry continues there over online platforms where we are able to connect with young men and women in both West Bengal and Nepal, and we are able to teach them from God's word and even serve their other vocational needs. ആ രീതിയിൽ ബന്ധപ്പെട്ട കണ്ടുമുട്ടിയ അനേക സഹോദരങ്ങളോട് ഇപ്പോഴും യാഥാർത്ഥിക മാധ്യമങ്ങളിലൂടെ ഒക്കെ സുവിശേഷം പങ്കുവയ്ക്കുകയും ദൈവവചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. പശ്ചിമ ബംഗാളിലും നേപ്പാളിലെ പ്രദേശത്തുമുള്ള സഹോദരങ്ങളാണ് അവരെല്ലാവരും. So like we're using technology here, as I mentioned earlier, the believers and the churches are using technology. Please do continue to remember technology as a medium where we are able to reach and serve many of our brothers and sisters.
നമ്മൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും ആ രീതിയിൽ ഉപയോഗിക്കുന്ന അനേകരെ ഓർത്ത് സഹോദരങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്നും ഞാൻ അറിയിക്കുകയാണ്. And in my secular job, I work for close to around 13 years. തന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഏകദേശം 13 വർഷക്കാലം താൻ ആ ജോലിയിൽ തുടരുവാനായിട്ടിടയായി. And I was into technology consulting. ടെക്നോളജി സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസൾട്ടിംഗ് ജോബാണ് സൗരൻ ചെയ്തുകൊണ്ടിരുന്നത്. And my job took me to different places, different countries, the United States, the UK, Singapore, where I lived and worked for many years. അനേക ജോലിയോടുള്ള ബന്ധത്തിൽ അനേക രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ, അമേരിക്കയും അതുപോലുള്ള രാജ്യങ്ങൾ, സിംഗപ്പൂർ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുവാനായിട്ടിടയായി. അവിടെയൊക്കെ അനേക നാളുകൾ ജോലി ചെയ്യുവാനായിട്ടിടയായി. And I always thought, what was God's purpose in that? എന്നാൽ അതിലൊക്കെ കൂടെ ദൈവത്തിന്റെ ഉദ്ദേശ പദ്ധതി ഇതിലൂടെ എന്തായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായിട്ടുണ്ട്. But I now realize that God was training me and preparing me for His work. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം എന്നെ ബലപ്പെടുത്തി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കിപ്പോ മനസ്സിലായി. So I want to, before we start with the word ministry, I want to encourage especially the younger brethren that always listen for God's still small voice in your life. ഈ ഒരു സന്ദേശം ഞാൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ എന്നെ കേൾക്കുന്ന യുവാക്കളോട് പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ്, ദൈവത്തിന്റെ മന്ദമായ സ്വരമായാലും അത് കേൾക്കുവാനായിട്ട് നിങ്ങൾ മടിക്കരുത്. The voice of this world, the volume of this world in your job, in your family, in everything else may drown out God's voice. നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ ലോകത്തിൽ നിന്ന് വരുന്ന അനേക ശബ്ദങ്ങളും അഭിപ്രായങ്ങളും തന്നെ അതിനൊക്കെ നിറഞ്ഞു കവച്ചു വയ്ക്കുന്ന ഒരു ശബ്ദമാണ് നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം. But with a humble heart, always listen out for God's voice. താഴ്മയുള്ള ഹൃദയത്തോടുകൂടി ആ ദൈവത്തിന്റെ ശബ്ദത്തിനെ കാതോർക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. Even though we may think that we are most incapable, but God knows what we can do. നാം പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ നാം അധികം കഴിവില്ലാത്തവരോ പ്രാഗൽഭ്യമില്ലാത്തവരോ ആയിരിക്കും, എന്നാൽ ദൈവത്തിന് അതൊന്നും വിഷയമല്ല. So now I would like to move on to our meditation today, and for that I would like to take your attention to 1 Corinthians chapter 10 and verse 12. ഇന്നത്തെ ധ്യാനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് നമുക്ക് തിരിയാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ നോക്കിക്കൊള്ളട്ടെ. The phrase that I want to bring to your attention today is take heed. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. So we have to take heed, we have to observe, we have to evaluate, we have to continuously take heed. വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. It is an important part of every believer's life. എല്ലാ വിശ്വാസികളുടെ ജീവിതത്തിലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. The believer's life is not a lazy life. ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഉഴപ്പി നടക്കുവാനായിട്ടുള്ള ഒരു ജീവിതമല്ല. A believer's life should not be a life where events and life things that are happening in a life just passes by. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില സംഭവങ്ങൾ നടന്ന് ഇങ്ങനെ അതിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമല്ല. A believer has to live an intelligent life serving the will of God. ഒരു ബുദ്ധിയേറിയ ജീവിതം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സേവിക്കേണ്ടതിന് നയിക്കേണ്ടത് ആവശ്യമാണ്. And this can be done only with the wisdom provided by God. ഇത് പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവിന്റെ ആ ജ്ഞാനം ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ്. We can never afford to be comfortable in our Christian life. നമുക്കൊരിക്കലും ക്രിസ്തീയ ജീവിതത്തിൽ ഒരു സുരക്ഷിതമായ ഒരു ഇടം തേടി അതേപോലെ പോകുവാനായിട്ട് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. Another way to put it is we cannot be complacent in our life. നാം നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുവാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നില്ല. It means that we think that okay, whatever is going on, I just need to do my work and that is it. അതെന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ചുറ്റുപാടും എന്ത് നടക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല. ഞാൻ എന്റെ കാര്യം നോക്കി അതിലൂടെ അങ്ങനെ പോകുന്നു. God does not want us to lead complacent lives.
ദൈവം നമ്മെക്കുറിച്ച് ഒരിക്കലും കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ചു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. And as the scripture reminds us here, many things that we may have done in the past, as the scripture says, let him that thinketh he standeth take heed lest he fall. Many things we may have done in the past. ജീവിതത്തിൽ നാം അനേക കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ആ കാര്യങ്ങളൊന്നും നമ്മെ പിന്തിരിപ്പിക്കരുത്. ദൈവത്തിൽ നിന്നുള്ള പത്രോസിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, നാം ജാഗരൂകരായിരിക്കേണ്ടതിന്റെ ആവശ്യകത. We have to be vigilant. നാം ജാഗരൂകരായിരിക്കണം. What is the thing that we have to be vigilant about? എന്തിനെ കുറിച്ചാണ് നാം ജാഗരൂകരാകേണ്ടത്? Is it about the world affairs? ഈ ഒരു ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണോ ജാഗരൂകരാകേണ്ടത്? Is it about the things which may affect us a lot materially? ഈ ഭൗതികമായ കാര്യങ്ങൾ എന്നെ ബാധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണോ ഞാൻ ബോധവാനാകേണ്ടത്? We all know how diligent we are generally in our work or in our business or even in our studies. നമ്മുടെ പഠനത്തിലും നമ്മുടെ ഭൗതികമായ ജോലിയിലും ഒക്കെ നാം ആ രീതിയിൽ, എന്നാൽ നമ്മുടെ ആത്മീയമായ മേഖലയിലേക്ക് വരുമ്പോൾ അതിൽ കവിഞ്ഞ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ബോധം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. It is the most important thing in our life. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. 2 Timothy chapter 2 verse 15, a very familiar portion to all of us. 2 Timothy 2 and 15. 2 തിമോത്തിയോസ് verse please. Chapter 2 verse 15. രണ്ടാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണല്ലോ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ. That continuous effort which we need to put in our life. ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി തീരണം, ദൈവത്തിന് കൊള്ളാകുന്നവനാകണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. And Hebrews 6:11 tells us that we have to show the same diligence to the very end. എബ്രായ ലേഖനത്തിൽ നാം കാണുന്നത് നാം ആ ഒരു പക്വത അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ നാം അവസാനത്തോളം കൊണ്ടുപോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. And it is this diligence which prepares us to suffer for the Lord. ഈ ഒരു ശ്രദ്ധയാണ് ദൈവത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. Because if we are not prepared for it, whenever sufferings come in our life, whenever difficult circumstances come in our life, we tend to blame others. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ നാം മറ്റുള്ളവരിലേക്ക് കുറ്റങ്ങൾ ആരോപിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. And the fruitfulness that is in our life, it may also disappear. നമ്മുടെ ജീവിതത്തിലെ ഫലപ്രാപ്തി എന്നുള്ളത് പോലും അപ്രത്യക്ഷമാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. Revelations 2 and verse 10, the message to Smyrna, just would like to give you a reminder from that portion. Revelations 2 and verse 10. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇതിനോടനുബന്ധിച്ചൊരു മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നതായിട്ട് സ്മർണ സഭയ്ക്ക് കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. So we see here the message that is given to Smyrna, that don't fear the things which you will have to suffer. ഇവിടെ സ്മർണ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതായിട്ടാണ് കാണുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾ സഹിക്കുവാനായിട്ട് പോകുന്ന കഷ്ടപ്പാടുകളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടണ്ട. Be thou faithful unto death. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. That is the diligence we need to maintain in our life. ആ ഒരു വിശ്വസ്തതയാണ് നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട ഒരു കാര്യം. Christian life is a continuous battle. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തുടർമാനമായ ഒരു യുദ്ധമാണ്. There is no way a true child of God can stand on the sidelines of this battle. ഈ ഒരു യുദ്ധത്തിന്റെ കേവലം വശങ്ങളിൽ നിന്ന് കാഴ്ചക്കാരനായിരിക്കുവാനായിട്ടല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. You will have to be involved in this battle. നിങ്ങൾ ആ യുദ്ധത്തിൽ പങ്കെടുത്തു കൊള്ളുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. For that you will definitely have to suffer. അത് ആ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ചില കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും. But what the Lord here is telling us, I am holding your hand. എന്നാൽ ഈ അവസരത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്റെ കരങ്ങൾ പിടിച്ചിട്ടുണ്ട്. Walk in my ways. എന്റെ വഴിയിൽ നീ നടക്കുക. And do not worry about what the outcome will be. അതിന്റെ പരിണിത ഫലമോ അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ച് നീ വ്യാകുലപ്പെടണ്ട.
And that is what happens to all of us. I confess in my life also, we are very worried about the outcome. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ രീതിയിലുള്ള ആ ഒരു പരിണിത ഫലങ്ങളെ അല്ലെങ്കിൽ ഫലത്തെ കുറിച്ച് നാം വളരെ ബോധവാന്മാരാണ്. I know that sufferings come in our life. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. But do we really expect it and prepare for it? എന്നാൽ നാം ആ ഒരു കഷ്ടപ്പാടുകളേക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായി മാറുന്നുണ്ടോ? Are we prepared to serve God and God's will even in times of suffering? നമ്മുടെ ബുദ്ധിമുട്ടേറിയ പ്രയാസങ്ങളേറിയ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ ആശ്രയിക്കുവാനും അവൻ തന്നെ നിൽക്കുവാനും നാം ശ്രമിക്കുന്നുണ്ടോ? Even though serving God's will may cause great loss to us. നാം ദൈവത്തെ സേവിക്കുമ്പോൾ ഒരുപക്ഷെ പലവിധമായ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. But God's word assures us that everything that will happen in our life will be for our good. എന്നാൽ ദൈവവചനം തന്നെ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ട് മാറും എന്നുള്ളത്. So I want to take an example from the Old Testament and highlight the importance of this doctrine which Paul presents before us. ഈ പൗലോസ് പറഞ്ഞ ഈ പ്രത്യേക ഉപദേശ സത്യത്തിന്റെ ആ ഒരു പ്രാധാന്യം വിളമ്പുന്ന ഒരു ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. And we'll look at the life of King Hezekiah. എസെക്കിയേൽ രാജാവിനെ കുറിച്ച് ആണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. And I want to look at 3 prayers in his life. എസെക്കിയേലിന്റെ ജീവിതത്തിലെ 3 പ്രാർത്ഥനകളാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. And we know that we are very familiar with the life of King Hezekiah. We know that his father ruled in Judah, and he did not do that which was right in the eyes of the Lord. Sorry. We know about the life of Hezekiah. His father Ahaz ruled in Judah, and he did not do what was right in the eyes of the Lord. എസെക്കിയേലിന്റെ പിതാവായിട്ടുള്ള പിതാവ് ദൈവത്തിന് ഹിതകരമല്ല ആയത് പ്രവർത്തിക്കുകയും യഹൂദയിലുള്ള രാജാവിനോട് ദൈവം പ്രവർത്തിച്ചത് നമുക്കറിയാം. So we'll turn to 2 Chronicles chapter 29 and verse 1. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്തം 29-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. യെഹിസ്കിയാവ് 25-ാം വയസ്സിൽ വാഴ്ച തുടങ്ങി 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് അബിയ എന്നു പേര്. അവൾ സെഖര്യാവിന്റെ മകൾ ആയിരുന്നു. And in verse 2 we read that he did that which was right in the sight of the Lord. അവൻ തന്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. And in verse 3 we read that in the very first year of his reign he did great things for the Lord. ആ 3-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ ദൈവത്തിന് വേണ്ടി അനേക വലിയ കാര്യങ്ങൾ അവൻ ചെയ്തതായിട്ട് നാം കാണുന്നു. And it pretty much shows Hezekiah's attitude and his will to serve the Lord. ആ ഒരു സംഭവം നമ്മെ കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് യെഹിസ്കിയാവിന് ദൈവത്തോടുള്ള മനോഭാവവും അവന്റെ പ്രവർത്തന രീതിയെയും കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. Because we don't have much time, I don't want to dwell on each and every aspect of Hezekiah's life. യെഹിസ്കിയാവിന്റെ ജീവിതത്തെ എല്ലാ വശങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. But we'll look briefly only at some prayers which Hezekiah made in his life. യെഹിസ്കിയാവിന്റെ ചില പ്രാർത്ഥനകളാണ് ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. And these prayers are a good indicator or barometer to show where Hezekiah's state was spiritually. ഈ ഒരു പ്രാർത്ഥനകൾ തന്നെ യെഹിസ്കിയാവിന്റെ ജീവിതത്തിലെ ആത്മീയ നിലവാരത്തിന്റെ അളവുകോലായിട്ട് നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. So we see one of his first prayers which are mentioned in the scriptures, that in 2 Chronicles chapter 30 and verse 18. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് 2 ദിനവൃത്താന്തം 30-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. ചാപ്റ്റർ 30, right? 18. വലിയൊരു ജനസമൂഹം എഫ്രൈമിൽ നിന്ന്, മനശ്ശെയിൽ നിന്നും, ഇസ്സാഖാരിൽ നിന്നും, സെബൂലിൽ നിന്നും ഉള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രകാരത്തിൽ പെസഹ തിന്നു. എന്നാൽ യെഹിസ്കിയാവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And we see here that the Passover was kept, the arrangements were made in a wonderful way. പെസഹ അവിടെ കഴിക്കുകയും അവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ അതിൻ്റെതായ രീതിയിൽ അവർ ചെയ്യുന്നു. But we see there were many people who had not cleansed themselves as what was written in the law of the Lord. എന്നാൽ ദൈവവചന പ്രകാരം അല്ലാത്ത രീതിയിൽ ശുദ്ധീകരിക്കാതെ ചിലർ അവിടെ അതിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. But we know that Hezekiah in this very moment prays for them. എന്നാൽ ഈ ഒരു അവസരത്തിൽ യെഹിസ്കിയാവ് അവിടെ ചെയ്തത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
And he says like this, the good Lord pardon everyone that prepareth his heart to seek God, the Lord God of his fathers, though he be not cleansed according to the purification of the sanctuary. 19-ാം വാക്യത്തിൽ വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിൽ ദൈവത്തെ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിക്കുവാൻ മനസ്സ് വയ്ക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോവ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. And we see the focus of Hezekiah here, the good Lord. എന്നാൽ ആ ഒരു പ്രാർത്ഥനയിൽ യെഹെസ്കേയാവിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് നല്ലവനായ ദയാലുവായ ദൈവം. Yeah, the good, merciful Lord. നല്ലവനായ ദയാലുവായ ദൈവം. And we see that the Lord hearkened to Hezekiah and healed the people. ആ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദൈവം ജനത്തെ സൗഖ്യമാക്കുകയും ചെയ്യുകയാണ്. And we see here the wonderful attitude which Hezekiah had here. He had the zeal for the Lord, but he also knew that God's word was to be obeyed completely. യെഹെസ്കേയാവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ദൈവവചനം അതേപോലെ തന്നെ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത്. But many times we may have our ups and downs, we may have failures in our life, but our Lord is good and merciful. നമ്മുടെ ജീവിതത്തിൽ പല ഉയർച്ച താഴ്ചകൾ ഉണ്ടായി എന്ന് വന്നേക്കാം, എന്നാൽ നമ്മുടെ ദൈവം എപ്പോഴും എന്നേക്കും ഒരുപോലെ കരുണയുള്ളവനും നല്ലവനും തന്നെയാണ്. And we see the wonderful work that Hezekiah continued to do in his life for the Lord. തന്റെ ജീവിതത്തിൽ തന്റെ ആ നല്ല പ്രവൃത്തി താൻ തുടർന്നു കൊണ്ടുപോകുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. Chapter 31 verses 20 and 21 we read about it. 31-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. യെഹെസ്കേയാവ് യഹൂദയിലൊക്കെയും ഇവണ്ണം ചെയ്തു. തന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവുമായുള്ളത് പ്രവർത്തിച്ചു. അവൻ ദേവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തന്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥനായിരുന്നു. He did it with all his heart and prospered. അവൻ തന്റെ പൂർണ്ണ ഹൃദയത്തോടെയും കൃതാർത്ഥതയോടുകൂടിയും ആ പ്രവർത്തനം അവിടെ കാഴ്ചവെക്കുകയാണ്. It is definitely a great example for all of us that we do the will of God with all of our heart and he will prosper us. God will prosper us. ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മെ ആ രീതിയിൽ പൂർണ്ണ ഹൃദയത്തോടെയും കൃതാർത്ഥതയോടുകൂടി ചെയ്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. So we see here the state of Hezekiah's spiritual life when we look at his first prayer here. ആ പ്രാർത്ഥന ആദ്യത്തെ ആ യെഹെസ്കേയാവിന്റെ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ അവന്റെ ആത്മീയ നിലവാരം നമുക്ക് അളക്കുവാൻ കഴിയും. He understood who God was. അവന് ദൈവം ആരാണെന്ന് വ്യക്തമായി അറിയാം. He wanted to serve God faithfully. ആ ദൈവത്തെ വിശ്വസ്തയോടുകൂടി സേവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. But he knew his and his people's limitations. എന്നാൽ അതോടൊപ്പം തന്നെ തന്നെ കുറിച്ചും തന്റെ ജനങ്ങളുടെയും പരിമിതികളെ കുറിച്ചും ബോധവാനായിരുന്നു. What a wonderful example of prayer we have here. വളരെ ഉത്തമമായ ഒരു ഉദാഹരണം തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. And the Lord rewards him according to that. ആ ഒരു മനോഭാവത്തോട് ദൈവം പ്രതിഫലം നൽകുന്നതും നാം കാണുന്നു. Now we look at the second prayer which Hezekiah made. രണ്ടാമത്തെ യെഹെസ്കേയാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്കൊന്ന് കാണാം. And this is in context with the invasion that Assyria made against Judah. അസരിയ എന്ന് പറയുന്ന രാജ്യം യഹൂദയെ അധിനിവേശം നടത്തിയ സംഭവത്തോടുള്ള ബന്ധത്തിലാണ്. For that we'll turn to 2 Kings chapter 18 and verse 13. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ചാപ്റ്റർ 18 verse 13. 18-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. രണ്ട് രാജാക്കന്മാർ 18-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സെൻഹേരീബ് യഹൂദയിൽ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ട് വന്ന് അവയെ പിടിച്ചു. The verse is 12, right? 12 or 13? 13. 30, okay. So yeah, so that's the correct verse. So we see here that Sennacherib came against the Judah, and we see an attack taking place here. ഇവിടെ നാം കാണുന്നത് അശൂർ രാജാവ് സെൻഹരീബ് യഹൂദയിലുള്ള പട്ടണങ്ങളെ പുറപ്പെട്ടു വന്ന് പിടിക്കുകയാണ്. And we know the context behind this. In verse 7 we read like this, that Hezekiah rebelled against the king of Assyria and served him not. അതിന്റെ 7-ാം വാക്യത്തിൽ അതിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ ചെന്നിടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു. അവൻ അശൂർ രാജാവിനോട് മത്സരിച്ച് അവനെ സേവിക്കാതിരുന്നു. We know that Judah was a very small independent state at that time.
struggling between two huge powers, Assyria and Egypt. യഹൂദ എന്ന് പറയുന്ന രാജ്യം ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന മറ്റു രണ്ട് സിറിയയും ഈജിപ്തും നിൽക്കുന്ന മിസ്രൈം രാജ്യത്തിനും സിറിയയ്ക്കും എതിരെ നിൽക്കുന്ന ഒരു കൊച്ചു രാജ്യമായിരുന്നു യഹൂദ എന്നുള്ളത്. And we see here that Assyria wanted to have control over this kingdom as well, Judah. ഈ അശൂർ രാജ്യം എന്ന് പറയുന്നത് യഹൂദ പട്ടണം പിടിച്ചടക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത്. But we see something strange here. The same account is given in 2 Kings, and we know in Chronicles as well as in Isaiah. The same account is given in all three places. ഇതേ സംഭവം തന്നെ നമുക്ക് ദിനവൃത്താന്ത പുസ്തകങ്ങളിലും അതുപോലെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. But we see here specifically in 2 Kings in verse 14 of chapter 18, what we are just reading, verse 14 of that, we see that Hezekiah tries to placate the king of Assyria or to keep him quiet. We see that he makes an offer to give him something. ഇവിടെ 14-ാം വാക്യത്തിൽ അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ് ലാഖീശിൽ അശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ച്, ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങി പോകണം, നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. And where did he get the silver and the gold to give to the king of Assyria? ഈ അശൂർ രാജാവിന് കൊടുക്കാനുള്ള പൊന്നും വെള്ളിയും എവിടെ നിന്നാണ് അവന് കിട്ടിയത്? And we see in verse 15 and 16 that he took it from the house of the Lord, from the doors of the temple of the Lord and such things. ഈ ഒരു പൊന്നും വെള്ളിയും അവന് കിട്ടിയത് 15-16 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. അവൻ ദൈവാലയത്തിൽ നിന്ന് കട്ടിളകളിലും വാതിലുകളിൽ നിന്നും എടുത്തതാണ് എന്ന് നാം കാണുന്നുണ്ട്. But we can read from the following verses, this did not satisfy the king of Assyria. എന്നാൽ അതിന് താഴോട്ടുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊന്നും അശൂർ രാജാവിന് തൃപ്തി വന്നില്ല. And we see they continue to attack Judah. അവർ പിന്നെയും യഹൂദ രാജ്യത്തെ ആക്രമിക്കുവാൻ കീഴ്പ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. And then as the attack increases, we read many things about what Hezekiah did, but I want to focus on Hezekiah's prayer in chapter 19 and verse 14. അതിനുശേഷം അനേക സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയിലാണ് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 19-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. We'll read the whole prayer, but what I wanted to just point out before it is that many times in our life there will come situations where we would compromise with evil. നമ്മുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും പാപത്തോട് അല്ലെങ്കിൽ തിന്മയോട് പല പരിമിതികളും നമ്മൾ വച്ചുകൊണ്ട് അതിനോട് താദാത്മ്യം പ്രാപിക്കുവാനായിട്ട് നാം ശ്രമിക്കാറുണ്ട്. There are many activities which we may want to involve in other than serving God. നമ്മുടെ ദൈവത്തെ സേവിക്കുന്നതിൽ ഉപരിയായ മറ്റു പല കാര്യങ്ങളും നാം ഇടപെടുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. Remember that if you give 1 hour to the devil, he will not be satisfied with that 1 hour in a day from your life. Sorry? If you give 1 hour from your day to the devil, he will not be satisfied with that. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ 1 മണിക്കൂർ സാത്താന് വേണ്ടി കൊടുത്താൽ സാത്താൻ ഒരിക്കലും അതിൽ തൃപ്തനല്ല. If you make that compromise, he'll keep asking more. നാം അവനോട് ആ രീതിയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ അവൻ കൂടുതൽ നമ്മോട് ചോദിക്കുവാനായിട്ട് തുടങ്ങും. Be diligent how we spend each and every moment in our life, and our money, our resources, our health and our relationships. We have to be diligent about that. നാം ഈ നമ്മുടെ പക്കലുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ റിസോഴ്സസിനെ കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. There's no way we can serve 2 masters, as the scripture tells us. 2 യജമാനന്മാരെ സേവിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ലാതെ നാം ദൈവവചനത്തിൽ കാണുന്നുണ്ട്. The world will tell you that you can serve this master in the world and you can serve your own master. The world will tell you that. ഒരുപക്ഷെ ലോകം നമ്മോട് പറയും നിങ്ങൾക്ക് ഈ രീതിയിൽ 2 യജമാനെ സേവിക്കാൻ കഴിയുമെന്ന രീതിയിൽ. But my dear brothers and sisters, we are only deceiving ourselves if we do that. എന്നാൽ നാം ഈ ഒരു കാര്യം പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മെ തന്നെ ചതിക്കുന്നവരായി നാം മാറുകയാണ് ചെയ്യുന്നത്. God wants us to serve him faithfully wherever we may be, in our job, in our studies, or even in our personal family life. നമ്മുടെ ജീവിതത്തിൽ നാം ഏതൊരു സാഹചര്യത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ജോലിയിലായാലും നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിലായാലും ഏത് മേഖലയിലായാലും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം എന്നത് ദൈവത്തിന്റെ നിബന്ധനയാണ്. Do not compromise with evil. തിന്മയോട് വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ട് പാടില്ല. And when we see here that Hezekiah realized his folly and he is now coming before the Lord.
ഹിസ്കിയാവ് ഈ ഒരു കാര്യത്തിൽ തനിക്ക് പറ്റിയ വീഴ്ച മനസ്സിലാക്കുകയും താൻ മടങ്ങി വരികയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. And we see his humbling attitude here in these verses. And I would like dear Rabbi to read from verse 15 to 19. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന് താഴ്മയുള്ള മനോഭാവത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. ആ കാലത്ത് chapter 8, 19 verse. Okay. 19-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവേ, ചെവി ചായ്ച്ച് കേൾക്കണമേ. യഹോവേ, തൃക്കണ്ണ് തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ അയച്ചിരിക്കുന്ന സെൻഹേരീബിന്റെ വാക്ക് കേൾക്കണമേ. യഹോവേ, അശൂർ രാജാക്കന്മാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ. അവരുടെ ദേവന്മാരെ അവർ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അവ ദേവന്മാരല്ല, മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ. ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവമെന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. So we see here, do you see a common pattern between Hezekiah's first prayer and this second prayer? ഹിസ്കിയാവിന്റെ ആദ്യത്തെ പ്രാർത്ഥനയിലും രണ്ടാമത്തെ പ്രാർത്ഥനയിലും ഒരു സിമിലർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. His focus is on the Lord, who the Lord is. അവരുടെ രണ്ട് പ്രാർത്ഥനയിലും ദൈവത്തെ കേന്ദ്രീകരിക്കുന്നത്, ദൈവം ആരാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. He says in verse 15, thou art God, the God, even thou alone. നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു എന്ന് പറയുന്നുണ്ട് 15-ാം വാക്യത്തിൽ. Which dwelleth between the cherubims, which shows the holiness of God. കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവം, ദൈവത്തിന്റെ വിശുദ്ധിയെ അവിടെ കാണിക്കുന്നു. In 16, Lord, bow down thine ear and hear, which means a Lord who is willing to hear us. 16-ാം വാക്യത്തിലൂടെ യഹോവേ, ചെവി ചായ്ച്ചു കേൾക്കണമേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാക്കുകൾക്ക് ചെവി ചായ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളതാണ്. And in verse 19 he says, all may know that thou art the Lord God, even thou only. 19-ാം വാക്യത്തിൽ വായിക്കുന്നത് സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന്, എല്ലാ രാജ്യങ്ങളും അങ്ങാണ് ദൈവമെന്ന് അറിയണം. We see Hezekiah humbles himself before the almighty power of God and presents to God his problem. സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലോട്ട് താൻ താഴ്മയുള്ളവനായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. Hezekiah may have thought like this, that I did so much reform in Judah, so many great things, and still this problem has come to me. ഹിസ്കിയാവിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, താൻ അനേക നവോത്ഥാനങ്ങൾ ആ ഒരു യഹൂദ പ്രദേശത്ത് നടത്തുകയുണ്ടായി, എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത്? My dear brothers and sisters, we may do many things for the Lord, but the Lord may still permit many things in our life, and we are not to grumble against the Lord for that, because it is for our good. പ്രിയമുള്ളവരെ, അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുകയും അനേക നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനും അവൻ കാരണക്കാരനാകുന്നുണ്ട്. എന്നാൽ നാം ദൈവത്തോട് എതിർത്തു പറയുന്നവരായിരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. If we do great things for the Lord, yes, the Lord will do great things for us, but he will also want to bring us up in Christ. നാം ദൈവത്തിന് അനേക വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം അതിനനുസരിച്ച് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായ ഒരു ആശ്രയവും താഴ്മയുമാണ്. And therefore we cannot be complacent in our life, as I said earlier. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒതുങ്ങിക്കൂടി നാം ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കരുത്. We see here Hezekiah not grumbling about it, but he goes before the Lord, even though he knows he committed a mistake earlier, but he goes before the Lord, humbles himself. എന്നാൽ ആ ഒരു മനോഭാവത്തോടുകൂടി മാറി സ്വന്തം കാര്യം നോക്കിയിരിക്കുന്ന ഹിസ്കിയാവിനെ അല്ല, അവൻ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവനായിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന രാജാവിനെയാണ് നാം കാണുന്നത്. And we know what the reply from God was about how God would take care of the situation. ഈ ഒരു സാഹചര്യത്തിൽ ദൈവം അതിനോട് ഏത് രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. And I don't want to go into the details of that. We can all read it at our own leisure. We know about these events already, that how Jehovah, one angel of the Lord, went out and destroyed the Assyrian army.
ഈ ഒരു സംഭവത്തെ കുറിച്ചൊന്നും വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പരിചിതമായതാണ്, വായിച്ചു നോക്കാം. ഒരു ദൂതൻ തന്നെ അശൂർ പാളയത്തിലേറി വന്ന് എത്ര പേരെ കൊന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. We read about that in verse 35 of chapter 19. 19-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ നാം ഒരു സംഭവം കാണുന്നു. That God defended Judah for, as we read in verse 34, to save it for mine own sake and for my servant David's sake. അവിടെ 34-ാം വാക്യത്തിൽ ദൈവം പറയും, എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. God is faithful. He will never go back on the promises that he has made to you and me. God is faithful. He will not. God is faithful. He will never go back on the promises he has made. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. He will be always faithful. അവൻ ഏതു സമയത്തും സദാകാലവും വിശ്വസ്തൻ തന്നെയാണ്. As the scripture says, if he has promised that he will complete the good work that has started in us, he will complete it. He will perfect it. നാം ദൈവവചനത്തിൽ കാണുന്ന പോലെ നമ്മൾ തുടങ്ങി വെച്ച ആ നല്ല പ്രവൃത്തി അവൻ തികയ്ക്കുക തന്നെ ചെയ്യും, പൂർണ്ണമായിട്ട് അവൻ നിറവേറ്റും. And he may take us through different experience in our life, but we know that it is in his plan. ഒരുപക്ഷെ നമ്മുടെ പലവിധമായ അനുഭവത്തിലൂടെ ദൈവം നമ്മെ കടത്തിവിട്ടു എന്ന് വിചാരിക്കും. ചിലപ്പോൾ അത് അവന്റെ ഉദ്ദേശം നടപ്പാകുന്നതിന് വേണ്ടി തന്നെയാണ്. And that is where we should have the willingness to suffer for God as well. അതുകൊണ്ടാണ് നാം ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനും അതിനുവേണ്ടി സഹിക്കുവാനും നാം ഇടയാകേണ്ടത്. And that's why I want to take you to the third prayer of Hezekiah, which we find in 2 Kings chapter 20. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ ഹിസ്കിയാവിന്റെ മൂന്നാമത്തെ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we'll see some context to it in verse 1 of that chapter. ഇതിന്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ആ കാലത്ത് ഹിസ്കിയാവ് ഭരിക്കത്തക്ക രോഗം പിടിച്ച് ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. And Hezekiah is given here a very difficult news, to say the least. ഒരു വിഷമമേറിയ ഒരു വാർത്തയാണ് ഇവിടെ ഹിസ്കിയാവിന് കേൾക്കുവാനായിട്ട് ഇടയായത്. But we see here what Hezekiah does in verses 2 and 3. എന്നാൽ ഈ വാർത്ത കേട്ടതിനു ശേഷം ഹിസ്കിയാവ് എന്താണ് പ്രതികരിച്ചത്? 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും നാം അത് കാണുന്നുണ്ട്. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. We see here that Hezekiah is pleading to God when he heard about his coming death. തന്റെ ഭാവി കാലത്ത് സംഭവിക്കുവാൻ പോകുന്ന മരണത്തെ കുറിച്ച് ഓർത്ത് ദൈവത്തോട് താൻ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് പറഞ്ഞ് കരയുകയാണ്. Some take it as an example of a wonderful prayer as to how Hezekiah was able to turn the things in a better way for himself. ഒരുപക്ഷെ ചിലര് ഈ ഒരു പ്രാർത്ഥനയെ ഉദ്ധരിച്ചുകൊണ്ട് താൻ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന താന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തി എന്നുള്ളതിനെ കുറിച്ച് പറയാറുണ്ട്. But what we see here is Hezekiah's resistance to God's will. എന്നാൽ ഇവിടെ കർത്താവിന്റെ അല്ലെങ്കിൽ യഹോവയുടെ ഹിതത്തിന് വിമുഖത കാണിക്കുന്ന ഒരു ഹിസ്കിയാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. How do we know that? എങ്ങനെയാണ് നമുക്ക് അത് അറിയുവാൻ കഴിയുക? Read verse 3 and the prayer of Hezekiah carefully. What is the difference in this prayer and the earlier? വായിക്കുക. ഈ വാക്യവും പ്രാർത്ഥനയും നാം മുൻപ് കണ്ട ആ രണ്ട് പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. How many times does Hezekiah use the word I and what he has done? എത്ര പ്രാവശ്യം താൻ അല്ലെങ്കിൽ ഞാൻ എന്ന വാക്കോ അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചു എന്നുള്ള വാക്യങ്ങളോ നമുക്ക് കാണുവാനായിട്ട് കഴിയും? You read like this in verse 3, I have walked before thee in truth. 3-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്നു. I have done that which is good in your sight. നിന്റെ കാഴ്ചയിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തു. Does it remind you of a prayer somewhere in the New Testament? ഈ ഒരു പ്രാർത്ഥന പുതിയ നിയമത്തിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് സാമ്യം തോന്നുന്നുണ്ടോ? Yes, we see a prayer which the Lord himself narrates about the Pharisee and the tax collector. ഒരു പരീശനും ഒരു നികുതി പിരിക്കുന്നവനും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ. Here the focus of the prayer is completely on what Hezekiah says, I have done for you what I am in my life and yet this is being given to me.
ഇവിടെ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ ഇതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇതാണോ നീ എനിക്ക് വേണ്ടി തന്നിരിക്കുന്നത്? This is God's will in his life, where God tells him, it is a very great example. Very rarely it happens that God tells him, you set your house in order. അവിടെ വളരെ പ്രാമുഖ്യമുള്ള ഒരു കാര്യം അവിടെ യഹോവ അവനോട് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കിക്കൊള്ളുവാനായിട്ട്. Very rarely it happens that the Lord clearly tells someone like this, gives them authority. വളരെ പരിചിതമല്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു കാര്യം പറയാറില്ല, ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുവാനായിട്ട്. And Hezekiah here shows that resistance to God's will. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിന് വൈമുഖ്യം കാണിക്കുന്ന ഹിസ്കിയാവിനെയാണ് നമുക്ക് അവിടെ കാണുന്നത്. But we see here that God allows an extension to Hezekiah's life. എന്നാൽ നമുക്ക് പിന്നീട് കാണുന്നത് തന്റെ ജീവിതത്തിലെ ആയുർദൈർഘ്യം ദൈവം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. Given 15 years extra. 15 വർഷം അധികമായിട്ട് ദൈവം നൽകുകയാണ്. And it is very interesting to observe that Hezekiah reigned for a total of 29 years. ഹിസ്കിയാവ് മുഴുവനായിട്ട് ഭരണം നടത്തിയത് ഏകദേശം 20 വർഷക്കാലമാണ്. 29 വർഷക്കാലമാണ്. And the first 14 years of life carry so much description across 3 books. So many of these events are mentioned about his faithfulness in his first 14 years. അത് തന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ വാഴ്ചയുടെ 14 വർഷക്കാലം പല കാര്യങ്ങൾ പല സ്ഥലത്തായിട്ട് നാം കാണുന്നുണ്ട്. But with regards to his last 15 years, except for one unfortunate incident with Babylonians, nothing is mentioned. എന്നാൽ ഈ അവസാന 15 വർഷക്കാലത്ത് ബാബിലോണിയുമായിട്ട് സംബന്ധിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ആ വർഷക്കാലത്തെ കുറിച്ച് നമുക്ക് കാണുന്നില്ല. He resisted God and wanted that extra years, but what use was it? അവൻ ദൈവഹിതത്തിന് വിമുഖത കാണിക്കുകയും എന്നാൽ ആ 15 വർഷം കൊണ്ട് അവൻ എന്ത് പ്രയോജനമാണ് ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞത്? He became complacent and thought that he knew better than God. അവൻ സ്വയകേന്ദ്രീകൃതമായിട്ട് ദൈവത്തെക്കാൾ കൂടുതൽ അറിവ് തനിക്കുണ്ട് എന്നുള്ള രീതിയിലാണ് അവിടെ പ്രതികരിച്ചത്. We see here that even though he has been told by Isaiah that you will be healed, we see another interesting thing which he does. He says, what shall be the sign that this will happen to me? Verse 8. യെശയ്യാവ് അവരോട് വന്ന് നിനക്കത് സൗഖ്യമാകും എന്നൊക്കെ പറയുമ്പോ അതിന് അടയാളം എന്നുള്ളത് എന്താണ് എന്നുള്ളത് 8-ാം വാക്യത്തിൽ 20-ന്റെ 8-ൽ നാം കാണുന്നുണ്ട്. Here we see that he is testing the Lord and he is asking for a sign. ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട് അതിനുള്ള അടയാളം എന്ത് എന്ന് അവൻ അവിടെ ദൈവത്തോട് ചോദിക്കുകയാണ്. And we see what he eventually asks for when the 2 options are given to him, shadow, whether it should go forward or backward, and he says it is a small thing for shadow to go down, but let the shadow return back 10 degrees. That is the sign I want. അതിന്റെ താഴോട്ടുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ നിഴല് 10 പടി മുന്നോട്ട് പോകുന്നത് വളരെ എളുപ്പമാണ്, അത് പിന്നോക്കം തിരിയട്ടെ എന്നുള്ള രീതിയിലൊക്കെ അവനവിടെ ഒരു ഓപ്ഷൻ ദൈവത്തോട് വയ്ക്കുകയാണ്. And we see that thing, that miracle happened, that wonder happened. എന്നാൽ ആ അത്ഭുതം അവിടെ നടന്നതായിട്ട് തന്നെ നാം അവിടെ കാണുന്നുണ്ട്. God allowed it in Hezekiah's life. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ അത് അവിടെ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. And we will look at what happened in his further life because of this. ആ ഒരു സംഭവത്തിന് ശേഷം അവന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നാം നോക്കണം. 2 Chronicles chapter 32 and verse 31. 2 ദിനവൃത്താന്തങ്ങൾ ചാപ്റ്റർ 32 32-ാം അധ്യായം 31-ാമത്തെ വാക്യം. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരിക്കുന്ന അതിശയത്തെ കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. It brought about a time of trial in his life. തന്റെ ജീവിതത്തിലെ പരീക്ഷയുടെ ഒരു സമയമായിട്ട് അത് മാറി. The Babylonians were sky watchers. ബാബിലോണിയർ എന്ന് പറയുന്ന ആൾക്കാർ വെറും കാഴ്ചക്കാർ മാത്രമാണ്. No, they used to observe the skies and moon and stars. They were very interested in those things. അവര് ബാബിലോണിയ ജനങ്ങൾ എന്ന് പറയുന്നവര് ആകാശത്തിലെ കാര്യങ്ങളും ഒക്കെ നിരീക്ഷിക്കുന്ന ആൾക്കാരാണ്. And when the word here says they wanted to inquire what was done in the land and they sent ambassadors, they were not more concerned about the healing, but they were wondering about how did the shadow go back 10 degrees. അവരുടെ ശ്രദ്ധ എന്നുള്ളത് ആ ഒരു നിഴൽ എങ്ങനെയാണ് 10 പടി മാറിയത് എന്നുള്ളതിനെ കുറിച്ചാണ് അവരുടെ ശ്രദ്ധ, അവന്റെ സൗഖ്യത്തെ കുറിച്ചല്ല. It was the most amazing thing that could have happened in the life, let's say, of a scientist there.
maybe. ഒരു നാട്ടിലെ ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കുന്നു. It's unbelievable. അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കുന്നു. And they wanted to know more about it. അതിനെ കുറിച്ച് അവർ കൂടുതൽ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. We see here that they sent messengers to the land of Judah and they wanted to know more. യഹൂദയിലോട്ട് ആൾക്കാരെ അയച്ച് അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ അറിയുവാൻ അവർ ആഗ്രഹിക്കുന്നു. In 2 Kings chapter 20 and verse 12, sorry, we have to shift between these two passages. 2 Kings 20 and verse 12, we read that he sent a letter, the king of Babylon sent a letter and a present unto Hezekiah, and they knew that this great wonder had happened there. ഇവിടെ 2 രാജാക്കന്മാർ 20:12 നാം കാണുന്നുണ്ട്. അവിടെ ഒരു കത്ത് അയച്ചിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. And we see that Hezekiah is very pleased, and in his pleasure, he does what is unthinkable in verse 13. He shows them everything that he possessed, all the things, even things which were not to be shown to outsiders. അവിടെ ഹിസ്കിയാവ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് അവരുടെ വാക്കും സമ്മാനവും എഴുത്തും ഒക്കെ കണ്ടിട്ട് അവിടെയുള്ള സുഗന്ധവർഗവും പരിമള തൈലവും തന്റെ ആയുധശാല അവിടെയുള്ള എല്ലാ സാമഗ്രികളെ കുറിച്ചും പുറത്തുള്ളവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. And we know that what this led to. Eventually, this would lead to the exile into Babylon because they knew what Judah holds. ഈ ഒരു പ്രവർത്തന മുഖാന്തരമായിട്ട് യഹൂദ എന്ന് പറയുന്ന രാജ്യത്തിന് ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് പോവേണ്ടതിന് അത് നയിക്കുകയുണ്ടായി. When Isaiah came and inquired of him in verse 14, what did you do and who are this? When he says he's there from a very far country, you don't need to be worried about it. അവിടെ യെശയ്യാ പ്രവാചകൻ വന്ന് ചോദിക്കുന്നുണ്ട്, നീ ആരാണ് ഈ പുരുഷന്മാർ എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹിസ്കിയാവ് മറുപടി പറയാണ്, അവര് ദൂരദേശത്ത് ബാബേലിൽ നിന്ന് വന്നവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. And Hezekiah says, I have showed them everything. ഹിസ്കിയാവോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ രാജധാനിയിലുള്ളതൊക്കെയും എല്ലാ കാര്യങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളത്. And Isaiah there gives that very disturbing prophecy about how all that he has will be taken into Babylon. എന്നാൽ അവിടെ യെശയ്യാവ് അവിടെ പറയുകയാണ്, നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചത് ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന കാലം വരുന്നു. My dear brothers and sisters, as the scripture tells us, Satan is roaming around us like a lion. നമ്മുടെ ദൈവവചനം പറയുന്നത് പോലെ പ്രിയ സഹോദര സഹോദരന്മാരെ, സാത്താൻ അലറുന്ന സിംഹം പോലെ അലഞ്ഞ് നടക്കുകയാണ്. Job 1 verse 7, he is roaming to and fro around the earth. അവൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നാം കാണുന്നുണ്ട്. We know that he is not omniscient, that he may know the thoughts of our heart. അവൻ സർവ്വവ്യാപിയല്ല, നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല സാത്താൻ. But he is one of the most smartest persons. അവൻ എന്നാൽ ഏറ്റവും സാമർഥ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ്. He can observe each and everything that we do. നാം ചെയ്യുന്ന എല്ലാ കാര്യത്തെ കുറിച്ച് വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിവുള്ളവനാണ്. Do not expose your life to the wiles of the devil. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളെ കുറിച്ച് സാത്താന്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ കാഴ്ചവെക്കുവാനായിട്ട് ശ്രമിക്കരുത്. Because he will find a way to attack us. അവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ നമ്മെ ഉപദ്രവിക്കുവാൻ, നമ്മെ കീഴ്പ്പെടുത്തുവാനുള്ള വഴികൾ അവൻ തിരഞ്ഞെടുക്കും. I often imagine like this, and pardon me if it's my imagination. Adam and Eve, where they were told not to eat of that fruit from that one tree. എന്റെ ഒരു ഭാവനയിൽ ഞാൻ ഇങ്ങനെ പറയുകയാണ്, ആദാമിനോടും ഹവ്വയോടും ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറയുകയുണ്ടായിരുന്നല്ലോ. And I'm just imagining maybe they would have often come and just stood at that in front of the tree and thought, like, what is so special about it? അവരൊരു പക്ഷേ പല അവസരത്തിൽ ഈ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നിരുന്ന് ആ വൃക്ഷത്തിന്റെ ഫലം നോക്കിയിട്ട് എന്താണ് ഇതിന് ഇത്ര വലിയ പ്രത്യേകത എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. They might not have considered the impact of their actions, but someone was observing them. എന്നാൽ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അത് കഴിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലത്തെ കുറിച്ചൊന്നും അവർ ബോധവാന്മാരായിരുന്നില്ല. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. And someone who was observing them knew what he had to do to tempt Eve. ഒരു രീതിയിൽ ഹവ്വയെ അല്ലെങ്കിൽ ആദാമിനെ പരീക്ഷിക്കുവാൻ ഏത് രീതിയിൽ എന്ത് കാര്യം ചെയ്യണമെന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. My dear brothers and sisters, we are asked by our Lord in Matthew 10:16 that we should be wise as serpents and innocent as doves. നാം മത്തായി സുവിശേഷം 10-16 വാക്യത്തിൽ വായിക്കുന്നത് പോലെ നാം പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന് നാം കാണുന്നു. Innocent as doves mean that in all our dealings with the world and our brothers and sisters, we have to be as innocent, as pure in love as possible.
ആ പ്രാവിനെ പോലെ നിഷ്കളങ്കരാകുക എന്നുള്ള മനോഭാവത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോകത്തിലെ എല്ലാ ഇടപെടലിലും ദയവും കരുണയും ഉള്ളവരായി സത്യസന്ധരായി നാം അതിനോട് ഇടപെടണം. But against the sin which easily besets us, be wise as serpents. എന്നാൽ ആ ഒരു അവസരത്തിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള പാപത്തോട് നാം പാപിനെ പോലെ ബുദ്ധിമുള്ളവരുമായി തീരണം. That is where we are to show God's wisdom. ആ ഒരു അവസരത്തിലാണ് ദൈവത്തിന്റെ ജ്ഞാനം നാം കാണിക്കേണ്ടത്. Do not compromise your spiritual life by exposing it to evil. നമ്മുടെ ആത്മീയ ജീവിതത്തെ വാഴ്ചവെച്ചുകൊണ്ട് പാപത്തോടോ സൈത്താനോടോ വിട്ടുവീഴ്ച ചെയ്യുവാനായിട്ട് പോകരുത്. Anything which causes you to fall away from God, cut it off, mortify it. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് നാം നമ്മെ തന്നെ അകത്ത് സൂക്ഷിക്കുക, നാം അതിൽ നിന്ന് അകലം പാലിക്കുക. So we see here that Hezekiah, he was exposed to a time of trial, and we know that it was told to him that this will happen, but it was also told to him that it will not happen during his lifetime. ഇവിടെ ഹിസ്കിയാവ് ആ ഒരു പ്രവർത്തനം ചെയ്ത മുഖാന്തരം തന്റെ പരീക്ഷണ കാലം വരികയും അത് മുഖാന്തരം ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നും, എന്നാൽ ഒരു കാര്യം അവനോട് പറയുന്നുണ്ട്, നിന്റെ ജീവിതകാലത്ത് ഈ ഒരു കാര്യം നടക്കത്തില്ല എന്നുള്ളത്. And in 2 Kings 20:19 we see the response of Hezekiah. He is satisfied. Okay, is it not good if peace and truth are in my days? I'm okay. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് കേട്ട് കഴിഞ്ഞിട്ട് ഹിസ്കിയാവ് 20-ാം വാക്യത്തിൽ 2 രാജാക്കന്മാർ 19-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഹിസ്കിയാവ് അതിൽ തന്നെ തൃപ്തി അടയും, തന്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കേട്ട് തൃപ്തി അടയുന്നു. The Hezekiah who prayed for others, as we saw in his first prayer, he doesn't care about what will happen in the future to his next generations. ഹിസ്കിയാവിന്റെ ആദ്യത്തെ പ്രാർത്ഥനയിൽ താൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരോടെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ കുറിച്ച് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റുള്ളവരെ കുറിച്ച് ബോധവാനാകാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലാവും. Hezekiah who did great things for the Lord, in his third prayer we see he is only able to recite what he did, and he was not faithful to the end. ഹിസ്കിയാവ് അനേക കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായ ഒരു വ്യക്തിയാണ്. എന്നാൽ മൂന്നാമത്തെ പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ താൻ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുക. And we see that Hezekiah was trying to think that whatever is happening, at least it is not in my lifetime. അവിടെ ഹിസ്കിയാവ് ചിന്തിക്കുകയാണ്, ഇവിടെ ഇനി എന്ത് സംഭവിച്ചാൽ തന്നെയും തന്റെ ജീവിതകാലത്ത് ഇത് സംഭവിക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ മനോഭാവത്തിലായിത്തീരുന്നു. My dear brothers and sisters, we cannot be complacent about our life and the generation which is to come, many of whom are living with us in our house. പ്രിയമുള്ളവരെ, നമ്മുടേതായ ജീവിതകാലത്തെ കുറിച്ച് ഓർത്ത് മാത്രം നാം സ്വയകേന്ദ്രീകൃതമായിട്ട് തൃപ്തരായിട്ട് ഇരിക്കരുത്. അനേകർ നമ്മുടെ തലമുറയിൽ ഇനിയും വരുവാനായിട്ടുണ്ട്. Oh, how careful we must be for them. ആ വ്യക്തികളെ അല്ലെങ്കിൽ തലമുറയെ ഓർത്ത് നാം എത്രത്തോളം സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. We don't have much time. Quickly want to wrap it up. The second point that we see here, how Hezekiah's actions here caused difficulties for him, was his son Manasseh. ഈ ഒരു താൻ ചെയ്ത പ്രവർത്തന മുഖാന്തരമായിട്ട് തന്റെ മകനായിട്ടുള്ള മനശ്ശയ്ക്ക് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു എന്നൊക്കെ നാം കാണുന്നുണ്ട്. Manasseh was born after Hezekiah recovered from his illness. ഹിസ്കിയാവിന്റെ രോഗസൗഖ്യത്തിന് ശേഷം ജനിച്ച മകനാണ് മനശ്ശെ. And we know that Manasseh was a king who did the most evil things and led all of the people astray. മനശ്ശയെ കുറിച്ച് നാം വായിക്കുന്നത് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും മോശമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് നാം കാണുന്നത്. In Jeremiah 15 and verse 4, we read like this, Jeremiah 15 and verse 4, and I will cause them to be removed into all the kingdoms of the earth because of Manasseh, the son of Hezekiah, king of Judah, for that which he did in Jerusalem. Verse chapter 15 verse 4. Yeah. 15 യിരെമ്യാവിന്റെ പുസ്തകം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ, യഹൂദ രാജാവ് ഹിസ്കിയാവിന്റെ മകൻ മനശ്ശെ നിമിത്തം അവൻ യെരൂശലേമിൽ ചെയ്തിട്ടുള്ളത് നിമിത്തം തന്നെ ഞാൻ അവരെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളിലും ഒരു ഭീതി വിഷയമാക്കി തീർത്തു. The whole blame for what happened with Judah and how they were scattered is laid at the feet of Manasseh. യഹൂദ രാജ്യത്ത് സംഭവിച്ച എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം മനശ്ശെ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വന്നു നിൽക്കുകയാണ്. So if we see, if Hezekiah never requested for those extra years, Manasseh would never have been born. ഹിസ്കിയാവ് എന്ന് പറയുന്ന ആ രാജാവ് ആ ഒരു ആയുഷ്കാലത്തിന്റെ ദൈർഘ്യം ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മനശ്ശെ ജനിക്കുന്ന പോലും ഇല്ലായിരുന്നു. But we cannot think like God does. He is the most wise.
നമ്മുടെ ദൈവത്തെ പോലെ നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാനോ കഴിയത്തില്ല. അവനാണ് സർവജ്ഞാനിയായ ദൈവം. And why is that? Because we see the grace of God that Manasseh is in the genealogy of our Lord Jesus Christ, Matthew 1. ദൈവത്തിന്റെ കൃപയാൽ മനുഷ്യ എന്ന് പറയുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ തലമുറയിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. What a wonderful thing. Who can create a plan like our God does? നമ്മുടെ ദൈവത്തെ പോലെ ഇത്ര മനോഹരമായിട്ട് ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ കഴിയുന്ന മറ്റാരുണ്ട്? That Hezekiah asked for an extension of his life. An evil king, Manasseh is born, who repented later on. But then from them comes our Lord Jesus Christ. ഹിസ്കിയാവിന്റെ ദൈർഘ്യം കൂട്ടിയത് മുഖാന്തരം മനസ്സ് ഉണ്ടാവുകയും മനസ്സ് അനേക ദുഷ്ടകാര്യങ്ങൾ ചെയ്തു. പിന്നെ അവൻ പശ്ചാത്തപിക്കുകയും ആ ഒരു ദൈവത്തിന്റെ കൃപയാൽ അവന്റെ തലമുറയിൽ നിന്ന് തന്നെ യേശു ക്രിസ്തു പിന്നീട് ജനിക്കുവാനുമായിട്ട് ഇടയായി. What does this show? That God's eternal plan for this world and for us, it will never change. It is so wonderfully planned. ഈ ഒരു കാര്യത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ലോകത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് യാതൊരു മാറ്റവും യാതൊരു കാരണവശാലും വരാനായിട്ട് പോകുന്നില്ല. Many times we think that we are smarter than God in our life. We know what is best for us. പല അവസരങ്ങളിലും നാം പലപ്പോഴും ചിന്തിക്കുന്നത് നാം ദൈവത്തെക്കാൾ പ്രാഗൽഭ്യമുള്ളവരാണ്, സാമർഥ്യമുള്ളവരാണ് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. But God has planned from A to Z in our life. എന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ ആദ്യം തുടങ്ങി അന്തം വരെയുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമായ ചിത്രമുണ്ട്. And He knows what is best for us. നമുക്ക് ഏറ്റവും ഉത്തമമായ കാര്യം എന്താണെന്ന് അവന് വ്യക്തമായി അറിയാം. Even though we are weak vessels, what God wants us to do is to submit humbly to His will. നാം ബലഹീന പാത്രങ്ങളാണ് എങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. And we see here that Hezekiah became complacent in his life, and towards the end we see what happens in his life. ഹിസ്കിയാവ് തന്റെ അവസാന നാളുകളിൽ സ്വയം കേന്ദ്രീകൃതമായിട്ട് സ്വന്തം കാര്യം നോക്കി ആകുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ മാറുകയാണ് ചെയ്യുന്നത്. And we cannot afford to be complacent. We have to be diligent in our life. നാം നമ്മിൽ തന്നെ കേന്ദ്രീകരിച്ച് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുവാനായിട്ട് നമ്മൾ ആയിരിക്കരുത്. നാം അതിൽ ജാഗരൂകരാകേണ്ടത് ആവശ്യമാണ്. Our focus is to be on God's business in our life, not our own busyness. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ എങ്ങനെയാണ് എന്നതിലായിരിക്കണം, അല്ലാതെ നമ്മുടേതായ ജോലി തിരക്കുകളിൽ നിന്നല്ല നമ്മുടെ ശ്രദ്ധ ആയിരിക്കേണ്ടത്. What God wants to accomplish in our life. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് നിവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. And I want to finish with just one verse, 1 Peter chapter 5 and verse 10. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ ഈ ഒരു ഭാഗം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ നിങ്ങൾ തന്റെ നിത്യതേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. So what do we see here? He has called us what to do unto his eternal glory by Christ Jesus. ഇവിടെ നാം കാണുന്നത് നമ്മെ എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്? നിത്യ തേജസ്സിനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. It may require that we may have to suffer a while according to his will. എന്നാൽ അവന്റെ ഹിതപ്രകാരം അല്പകാലത്തേക്ക് നമുക്ക് കഷ്ടം സഹിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. But what will it do? It will make us perfect, establish, strengthen and settle. എന്നാൽ ആ ഒരു കഷ്ടത നമ്മെ ബലപ്പെടുത്തുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ നിർത്തുകയും ചെയ്യും. Because we have to understand what is the end of everything. The end of everything is glory and dominion unto him forever and ever. ഇതിന്റെ എല്ലാം അവസാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വവും തേജസ്സുമാണ്. അതിന്റെ അവസാനം എന്ന് പറയുന്നത്. Are we working or moving towards the ultimate end, which is glory unto God only? നാം നമ്മുടെ പ്രവർത്തന മേഖലകളുടെ അവസാനം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വവും ആ രീതിയിലുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്കും തന്നെയാണോ? May God help us in the coming days that our lives may be tuned towards God's business. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തന മേഖലകളും ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. That we may not be complacent. നാം ഒരിക്കലും സ്വയം കേന്ദ്രീകൃതമായി മാറുവാനായിട്ട് ഇടയാകാതിരിക്കുക. I want to once again thank all the dear brothers and responsible brothers who made this opportunity. ഈ ഒരു അവസരം തന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ പിന്നെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. To thank every brother for his translation efforts as well. Thank you so much. Thank you, brother, for the wonderful message. Thank you. Praise the Lord. Praise the Lord.